പിന്മാറാതെ ഞാൻ നമ്മളിവിടെ ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിന് ഒരു തലക്കെട്ട് നൽകുകയാണ്. യുഗാന്ത്യത്തിലെ ജയാളികൾ. അത് വളരെ ചിന്തിച്ചെടുത്ത ഒരു ഭാഗമാണ്. ഇതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ട്രാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മീയ പോരാട്ടത്തെ ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിന് ശേഷം ഫ്രാൻസിൽ തയ്യാറാക്കിയ ഒരു അനുഗ്രഹീത കർത്തൃദാസൻ്റെ ദർശനം പങ്കുവയ്ക്കുന്ന 10 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ 10 ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ജയാളിയുടെ ആത്മീയ പോരാട്ടം, ജയജീവിതം നമ്മൾ ഇവിടെ ചിത്രീകരിക്കപ്പെടും. ഇവിടെ പ്രാരംഭമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, വാക്യത്തിലേക്ക് ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1 യോഹന്നാൻ 5:4 വാക്യം ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ശ്രദ്ധിക്കുക, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എനിക്ക് ലോകത്തെ ജയിക്കണം, എനിക്കൊരു ജയജീവിതം നയിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? എനിക്കൊരു ജയജീവിതം നയിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേർ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? ഇവിടെ പ്രാരംഭത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും മുൻപ്, സമയത്തിൻ്റെ പരിധിയും പരിമിതിയും ഞാൻ വേഗം ഭയപ്പെടുന്നു. ഞാൻ പ്രാരംഭത്തിൽ സഭയിൽ നടക്കേണ്ടത് ഉണർവ് പ്രസംഗമാണോ വചന പഠനമാണോ എന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. വേദപുസ്തക വെളിച്ചത്തിൽ നാം ചിന്തിച്ചാൽ സഭയ്ക്കകത്ത് വചന പഠനത്തിന് ഏറ്റവും ഗൗരവമേറിയ പ്രാധാന്യമുണ്ട്. ഇന്ന് ആത്മീയത ശരിക്കും പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയപ്പെടുമ്പോൾ വചന പഠനം സഭയിൽ അസ്തമിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത് ആരാധനയുടെ ഉണർവിലല്ല. ആരാധനയുടെ ഉണർവ് അനിവാര്യമാണെങ്കിലും ഇത് കച്ചിക്ക് തീപിടിച്ചതുപോലെയുള്ളൂ. എന്നാൽ വചനത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ഉണർവ് മുട്ടിക്ക് തീപിടിച്ചതുപോലെ ആയിരിക്കും, നിന്ന് കത്തും. ഓർക്കുക, യുഗത്തിൻ്റെ അന്ത്യത്തിൽ അന്തിമ വിധി ദിനം, ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരത്തിൽ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അന്തിമ വിധി ദിനം ഒരുപറ്റം ആളുകൾ കൈവിടപ്പെടാൻ തുടങ്ങുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 26-27 നോട്ട് ചെയ്യാമെങ്കിൽ നോട്ട് ചെയ്യുക, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. യോർദാൻ്റെ ഓരത്ത് ഉയർന്നു നിൽക്കുന്ന മണൽത്തിട്ടകളിൽ താൽക്കാലികമായി വീട് പണിയുന്ന ആളുകളെ ചിത്രീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു ആത്മീയ ശുശ്രൂഷയെ വരവും വചനവും എന്ന ഭാഗത്ത് വിഭജിക്കുകയാണ്. അന്തിമ വിധി ദിനം കൈവിടപ്പെടാൻ തുടങ്ങുന്ന ഒരുപറ്റം ആളുകളുടെ അവകാശവാദത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു ഈ വസ്തുതകൾ വിശദീകരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ അവൻ്റെ അടുക്കൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത ഈ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മലയും ഒരു വ്യക്തിയുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പഴയ നിയമത്തിലെ മല സീനായി മലയും ആ പഴയ നിയമത്തിലെ വ്യക്തി പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയുമാണെങ്കിൽ, പുതിയ നിയമത്തിലെ മല കാൽവറി മലയും നമുക്കേറ്റവും പ്രിയങ്കരൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവുമാണ്. അവൻ ജഡം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മാഗ്ന കാർട്ട, ദൈവസഭയുടെ പ്രവേശന യോഗ്യത, സത്യത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ഗൗരവമേറിയ ആത്മീയ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ട്
യുഗത്തിന്റെ സന്ധ്യയിലെ അന്തിമ വിധിയെക്കുറിച്ച് യേശു ക്രിസ്തു പറയുകയാണ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു. അതീന്ദ്രിയമായ കൃപാവരങ്ങൾ ഇവരുടെ മേൽ ഇരമ്പി ഇറങ്ങിയവരാണ്. പക്ഷേ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ പൊത്തുവരുത്തം ഉണ്ടാകുമായിരുന്നു. അറിഞ്ഞിട്ടേ ഇല്ല. എടാ, ഇങ്ങനെ ഒരാൾ വേദിയിൽ ഇളക്കൽ നടത്തി, സദസ്സിൽ പ്രകമ്പനം കൊള്ളിച്ച് അത്ഭുത രോഗശാന്തിക്കാരനായി പ്രയോജനപ്പെട്ട കാര്യം ആർക്കറിയില്ല? പറഞ്ഞേ, യേശുവിന് അറിയില്ല. ഒരു ചോദ്യം, യേശുവിന് അറിയാൻ കഴിയാത്ത ആളുകൾ യേശുവിൻ്റെ പേരിൽ വേദിയിൽ കൃപാവരങ്ങളാൽ ഉപയോഗിക്കപ്പെടുമോ? അടുത്ത വാചകം കർത്താവ് പറയുന്നു, സ്തോത്രം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം വചനത്തോടുള്ള വ്യക്തിപരമായ അനുസരണം കൂടാതെ കൃപാവരങ്ങളുടെ അസാധാരണ പ്രവാഹം വ്യാപരിച്ചാലും നിന്റെ നിത്യത ഉറപ്പല്ല എന്ന് യേശു ഉറപ്പിച്ചു പറയുന്നെങ്കിൽ, വരത്തേക്കാൾ ജീവിതത്തിൽ വചനത്തോട് ബന്ധം പുലർത്തണം, വചനത്തോടുള്ള വ്യക്തിപരമായ അനുസരണം. ഒരിക്കൽ കോന്നി ഭാഗത്തൊരു അപ്പച്ചൻ കൊച്ചുകുഞ്ഞുപദേശിച്ച പ്രസംഗം കേൾക്കാൻ പോയി, മലങ്കരയിലെ ഉണർവ് കാലത്ത്. അദ്ദേഹം വന്നതിന് ശേഷം വെളുപ്പാങ്കാലത്ത് ഉണർന്നു പോയി ഒരു പറ്റം ആശാരിമാരെയും കുറച്ച് ചുമ്മുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ രാവിലെ തന്നെ മേക്കൂരെ കയറ്റി ഓട് മുഴുവൻ അടുക്കി താഴെ ഇറക്കി. എന്നിട്ട് ആശാരിമാരെ കൊണ്ട് ആ കൂര മുഴുവൻ തല്ലി അഴിപ്പിച്ച് കഴുക്കോലും പട്ടിയും താഴെ കൊണ്ടുവന്നു. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് യോഗത്തിന് പോകുന്നത് വരെ പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു, യോഗം കഴിഞ്ഞ് സമനില തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എടാ, ഇന്നലെ യോഗത്തിന് പോകുന്നത് വരെ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും എന്ന് ചിന്തിച്ചിരുന്നില്ല. കോന്നി ഫോറസ്റ്റിൽ നിന്നും കള്ളത്തടി വെട്ടി ഉണ്ടാക്കിയതാ എൻ്റെ വീട്. അവിടെ ചെന്ന് കണക്ക് കൊടുക്കുന്നതിന് മുമ്പേ തലേ ചുമ്മി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുൻപിൽ കൊണ്ടങ്ങ് വെച്ചേച്ച് തീരാം എന്ന് വിചാരിച്ച് പുള്ളി ഇത് ചുമട്ടുകാരെ കൊണ്ട് ചുമ്മിച്ച് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നേ കൊണ്ട് വെപ്പിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ വല്ല മാറ്റവും അടുത്ത കാലത്തെങ്ങാനുമുള്ള ഉണർവിൽ നടന്നിട്ടുണ്ടോ? അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുക് വറുത്ത ചിരിയോടെ പ്രൈസ്തലോട് കൊടുക്കാൻ തൊലിക്കട്ടിയും ഇരിക്കട്ടിയുമുള്ള ആത്മീയന്മാർ വളഞ്ഞു വിളയുന്ന ഈ മണ്ഡലത്തിൽ നിത്യത കൈവിട്ടു പോകുമെന്ന് ഉറപ്പ് പ്രാപിച്ചിരിക്കുന്ന ഒരു ജനറേഷന്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമുക്ക് നേരെ ചങ്കിൽ ചാട്ടുളി പോലെ ദൈവാത്മാവ് രാത്രി പറയുന്നു, ജഡത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച് ജയജീവിതം നയിച്ചില്ലെങ്കിൽ നിന്റെ നിത്യത നിനക്ക് കൈമോശം വന്നു പോകും. അടിയോടെ ആടി ഇളകി ഉലഞ്ഞുയർന്ന് ഉഗ്ര ശബ്ദത്തോടെ ഊക്കോടെ താഴത്തെ പ്രതലത്തിൽ വന്ന് പതിച്ചു കിടക്കുന്ന വീട് പോലെ ക്രിസ്തുവിൻ്റെ വചനത്തോട് പഠനത്തിൽ വ്യക്തിപരമായി ബന്ധം പുലർത്താത്ത ബാഹ്യപ്രകടനങ്ങളിൽ അടിസ്ഥാനമിട്ട ആത്മീയത അടിക്കൂട് തകരുന്ന ദിവസങ്ങൾ വരുന്നു. പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ച് നിത്യതയ്ക്കായി നിൽക്കാൻ ദൈവാത്മാവ് വിളിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. അങ്ങനെയാണെങ്കിൽ സഭയിൽ നടക്കേണ്ടത് ഉണർവല്ല, ഉണർവ് വേണം. പക്ഷെ ഇന്നത്തെ ഉണർവുകളെ പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ണ് നനയാത്ത ഉണർവുകൾ കപടമാണ് പ്രിയരെ. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയാം, ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരുതരം ഇലക്ട്രോണിക്സ് മാസ് ഹിപ്നോട്ടിസമാണ് ഇന്ന് ഉണർവായി തലമുറ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സ്തോത്രം. ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കാം, ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഒരു സന്ദേശം കഴിഞ്ഞിറങ്ങുമ്പോൾ ചങ്കിൽ ചാട്ടുളി കയറുന്നത് പോലെ വചനം ഉള്ളിൽ ക്രിയ നടത്തി പൊട്ടിക്കരയാൻ ഹൃദയം പ്രേരിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ജനനം മുതൽ സംശയിക്കണം. നാം ആക്സിഡന്റ് പോണിലാണ്,
ആത്മീയത തലമുറയിൽ സംശയിക്കണം. നിങ്ങൾക്കറിയാമോ, വിതയ്ക്കുന്ന വിത്തിന്റെ ഉപമ മത്തായി 13 പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ. ഞാൻ ചോദിക്കുന്നു, ഈ വിതയ്ക്കകത്ത് 4-1 ഫലം ചെയ്തിട്ടുള്ളൂ. ചിലത് വഴിവക്കിൽ, ചിലത് മുള്ളിനിടയിൽ, ചിലത് പാറപ്പുറത്ത്, ചിലത് നല്ല സ്ഥലത്ത്. വിതയ്ക്കുന്ന 4 സ്ഥലത്ത് വീണപ്പോൾ എൻ്റെ ചോദ്യം, വിതച്ച വിത്തിന്റെ ക്വാളിറ്റിയാണോ അതോ വീണ നിലത്തിന്റെ ഒരുക്കമാണോ ഫലത്തിന്റെ നില നിശ്ചയിക്കുന്നത്? ഹലോ, ഈ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വിഷയം ഏൽക്കുന്നുണ്ടോ. പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബോഡി ലാംഗ്വേജ്. ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷയെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ കാര്യമറിയാം. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ 2 കൈയും പിണച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെവിപ്പുറകെ ചൂണ്ടുവിരൽ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഈ കൈ പോയി പുറകുവശത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടെ കൂടെ വാച്ചേ നോക്കുകയാണെങ്കിൽ നിർത്താറായില്ലേ ഉപദേശിക്കുന്ന പറയുന്ന ആർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? ഇവിടെ വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചാൽ വേണ്ടി വന്നാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ വ്യതിയാനം വരെ നടത്താൻ കഴിയും. വായി കപ്പലോടിക്കാം എന്നൊക്കെ പറയല്ലേ. സ്തോത്രം. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കാന്നിരിക്കട്ടെ. വാളംപുളി അറിയാമല്ലോ. വാളംപുളിയെക്കുറിച്ചൊരു വിശദീകരണം. തവിട്ട് കളറിലുള്ള അതിൻ്റെ തോടങ്ങോട്ട് പൊളിച്ചു മാറ്റി ഹൽവയുടെ കളറിലുള്ള അതിൻ്റെ മാതളം അടർത്തിയെടുത്ത് അത് മാത്രമായി മാംസരൂപത്തിൽ പാത്രത്തിലേക്കെടുത്ത് അത് ഹൽവയുടെ രൂപത്തിലെടുത്ത് ഉപ്പും മുളകും ഒരു സഹോദരി ചുണ്ടങ്ങകത്ത് കയറ്റുന്നത് പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. കാര്യം എന്നാ? മറ്റൊന്നുമല്ല, ഈ പറയുന്ന കാര്യം ഫ്ലൂട്ട് വായിക്കുന്നവൻ്റെ മുൻപിൽ നിന്ന് വാളംപുളി നിന്ന് കാണിക്കാമോ? പൈപ്പിൽ കൂടെ വെള്ളം പോലെ ചാടും. എന്നാ കാര്യം? കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് കാഴ്ചയിൽ തന്നെ മാറ്റം വരുത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുഖഭാവങ്ങളിൽ അറിയാം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ 1:21 മുതൽ ഒരു വാക്യമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ വചനം കേൾക്കുന്നവൻ കണ്ണാടി കാണുകയാണ്. വചനം കേൾക്കുന്നവൻ കണ്ണാടി കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുഖത്ത് എണ്ണമയം കൂടുതലാണെന്ന്, നിങ്ങളുടെ നാസാരന്ധ്രത്തിലൂടെ ഒരു രോമം പുറത്തേക്ക് എഴുന്നു നിൽക്കുന്നെന്ന്, നിങ്ങളുടെ തലമുടി വല്ലാതെ വികൃതമായി പോയെന്ന്, നിങ്ങളുടെ താടിമീശ വെട്ടി ഒതുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് കണ്ണാടി കാണുമ്പോഴാണ് അല്ലേ? ബാഹ്യരൂപത്തെ നന്നാക്കാൻ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പരിശ്രമിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നിന്റെ വൈകൃതം ബാധിച്ച ആത്മീയ രൂപത്തിന്റെ അപചയം നന്നാക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രംഗമാണ് വചനപഠനത്തിന്റെ സമയം. അത് 4 കയ്യടിയിൽ തീർക്കേണ്ട കൃത്രിമത്വമല്ല, അത് വചനം പഠിച്ച ആത്മീയതയിൽ ഒരുക്കേണ്ടതാണ്. ഈ വചനത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? നിങ്ങൾ തിമത്യോസിന്റെ 2-ാം ലേഖനം 3:14-15 നോട്ട് ചെയ്യാൻ സൗകര്യമനുസരിച്ച് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തിമത്യോസിന്റെ 2-ാം ലേഖനം 3:14-15 പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന്. ശ്രദ്ധിച്ചു കേൾക്കണം. നീയോ ഇന്നവരോട് എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ. നീയോ ഇന്നവരോട് പഠിച്ചു എന്നും. ഞാൻ ആ വാക്യത്തിന്റെ ഊക്ക് ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഈ കർത്തൃദാസൻ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞിരിക്കുക. തൻ്റെ മരണസ്ഥലം, തൻ്റെ മരണസമയം, തൻ്റെ മരണവിധം. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിയുന്ന ചോര മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് കുറിക്കുന്ന ലേഖനങ്ങളാണല്ലോ തിമത്യോസിൻ്റെ ലേഖനങ്ങൾ. അദ്ദേഹത്തിൻ്റെ മരണം കൺമുൻപിലുണ്ട്. ഈ സമയം പറയുകയാണ്, അന്ത്യകാലം അടുക്കുമ്പോൾ ആത്മീയതയുടെ അപചയം വർദ്ധിക്കും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നും. അവിടെ 2 ഭാഗങ്ങളിലും ആവർത്തിച്ചു പറയുന്ന പ്രയോഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.
ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനിരിക്കുന്ന ക്രിസ്തുയേശുവിനെയും അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക. സ്തോത്രം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ശ്രദ്ധിക്കണം. ചന്ത ഭാഷയുണ്ട്, സ്കൂൾ ഭാഷയുണ്ട്, കോർട്ട് ലാംഗ്വേജ് ഉണ്ട്. കോർട്ട് ലാംഗ്വേജിൽ പറയുകയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം പറയുന്നു. നീയോ ഇന്നവനോട് പഠിച്ചു എന്നും വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും. ഇന്ന് രാത്രി ദൈവമക്കളെ എന്നോടൊപ്പം പ്രിയപ്പെട്ടവരൊന്ന് ഉദ്ധരിച്ച് പറയണം. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും. എന്ത് ചെയ്യണം? നീ പഠിക്കണം. എന്ത് ചെയ്യണം? നിശ്ചയം പ്രാപിക്കണം. അപ്പോൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠന മനോഭാവത്തോടെ വചനത്തെ സമീപിച്ച് അതിൽ നിശ്ചയം പ്രാപിക്കണം. സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന എന്താ? എന്തുകൊണ്ട് ഇതിനെ പഠന മനോഭാവത്തോടെ സമീപിക്കാൻ കഴിയുന്നില്ല? കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ. അപ്പോൾ സന്തോഷിച്ചിട്ടു മാത്രമേ ഇതിലേക്ക് ധ്യാനത്തിൻ്റെ വേരിറങ്ങൂ. ഇതിൽ സന്തോഷിക്കാൻ കഴിയണം. പാസ്റ്റർ സഭയിൽ പ്രസംഗിച്ചു, വചന പഠനമാണ് ആത്മീയതയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. നമ്മുടെ സഹോദരി തീരുമാനിച്ചു ഇനി മുതൽ വചനം പഠിക്കുക. രാവിലെ ഭർത്താവിനെ ഓഫീസിലേക്കും പിള്ളേരെ സ്കൂളിലേക്കും ഒക്കെ വിട്ടതിന് ശേഷം വേദപുസ്തകം തുറന്നങ്ങോട്ടിരുന്നു. കിട്ടിയത് ദാനിയേൽ പ്രവചനമാണ്. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനവയെ ശീനാർ ദേശത്തിൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ണന്മാരിൽ പ്രധാനിയായ അസ്പേനോസിനോട് രാജസന്തതികളിലും കുലീനന്മാരിലും വെച്ച് വല്ലാതെ കണ്ണിന് കനം കയറുന്നു, ഉറക്കം വരുന്നത് പോലെ ഈ സമയത്ത് മംഗളമായിരുന്നെങ്കിൽ, സീരിയലായിരുന്ന സീരിയസ് ആയിട്ട് കണ്ടേനെ. ഇതിന് മുൻപിൽ മാത്രമേ ഞാൻ ഉറക്കം വരുന്നേ. ഒരു കാര്യം ചെയ്യും, ഉച്ചവരെയുള്ള കാര്യം ഒതുക്കിയ ചുവന്ന് ബാക്കി വായിക്കാം എന്ന് വിചാരിച്ച് ഉച്ചവരെയുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണവും കൂടെ കഴിഞ്ഞ് പുസ്തകം അങ്ങോട്ട് തുറന്നിരുന്നു. കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദൈവം അത് അവന് കൊടുത്തു. അവന് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെ ഈ സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവെങ്കിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരില്ലാതെ ആദിജാതനും ഉറക്കം തുടങ്ങി ഭൂരാജാക്കന്മാർ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വയ്ക്കുന്നവന് 1-ാമത്തെ കൂർക്കമ്പലി ആരംഭിച്ചു. എന്താ കാര്യം? ഇതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. കറക്കി കുത്തി അപകട സൂചന എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ എവിടെങ്കിലും ഒന്ന് തൊട്ട് തുറക്കുക അല്ലാതെ ഇതിനോടൊരു പഠന മനോഭാവത്തോടെ സമീപിക്കാൻ കഴിയാത്ത അരാജകത്വം ബാധിച്ച ഒരാത്മീയത. എൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം. ഇത് എന്താണോ അതനുസരിച്ച് നിനക്കതിൽ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതെന്താ നിനക്ക്? സ്തോത്രം. ഇന്നേക്ക് ഒരു 10-35 വർഷങ്ങൾക്ക് പുറകിൽ അന്നത്തെ സാഹചര്യത്തിൽ ഗൾഫ് പോലെയുള്ള മേഖലയിലേക്ക് ഭർത്താക്കന്മാർ ജോലിക്ക് വന്നാൽ ഭാര്യമാർ ടെലിഫോൺ ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈലില്ല, വാട്സപ്പില്ല, ഒന്നുമില്ലാത്ത സമയത്ത് ആകെയും പോകുകയും ഒരു എയർമെയിൽ ഇല്ലൻറ്റിലെ ക്രമീകരണത്തിൽ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്നൊരു കവറാണ്. നമുക്കൊക്കെ അറിയാമല്ലോ. ആ കവറിൻ്റെ പ്രത്യേക കളറും അതിന് ചുറ്റും ഒരു പ്രിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു കൊച്ചമ്മ വീടിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ കതച്ച് കയറി വരുന്നത്. പെട്ടെന്ന് ചൂലൊക്കെ താഴെ വെച്ച്
പോസ്റ്റ്മാൻ ആ തോൾ ബാഗിനകത്തുനിന്ന് ഇതെല്ലാം എടുത്ത് തരം തിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണിങ്ങനെ നട്ടിരിക്കുമ്പോൾ മനസ്സിലായി അച്ഛൻ്റെ കത്തുണ്ട്. കത്തിനകത്തുനിന്ന് എയർമെയിലിൻ്റെ ഇങ്ങോട്ട് കൈ കിട്ടിയപ്പോൾ പൊട്ടിച്ച് തുറന്നിച്ച് വീടിൻ്റെ മുൻപിലത്തെ ഒരു കല്ലേലോട്ടിരുന്ന് ഇതിങ്ങനെ വായനയ്ക്ക് മുമ്പ് 3-4 വട്ടം തിരിച്ചും മറിച്ചുമൊക്കെ. ഇന്നത്തെ 3ാമത്തെ ഭാര്യയുടെ 4ാമത്തെ ഭർത്താവിൻ്റെ കാര്യമല്ല പറയുന്നത്, പണ്ടത്തെ ആ നിലവാരമുള്ള കുടുംബജീവിതത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കതച്ചു കയറി വന്ന പോസ്റ്റ്മാൻ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ കൊച്ചേ കൊട എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും ഈ അമ്മാമ്മ വായനയങ്ങ് തുടങ്ങുക. ഈ വായനയ്ക്കിടയിൽ ഞാനൊന്ന് ഒളിഞ്ഞു വായിച്ച് നോക്കിയെന്നിരിക്കട്ടെ ഇതിനകത്തിരിക്കുന്ന എന്താന്ന്. അതിനകത്ത് വാഴയ്ക്ക് വളമിടുന്ന കാര്യം, വീടിൻ്റെ പുറകിലത്തെ കയ്യാല കിട്ടുന്ന കാര്യം, പിള്ളേരുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കുന്ന കാര്യം. ഇതാണോ ഈ സഹോദരി ഇത്ര ഗൗരവമായിട്ട് വിളിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്ന് വായിച്ചു, 2 വായിച്ചു, തിരിച്ചു മറിച്ച് നോക്കിച്ച് പിന്നെയും വായിച്ചു. ഇനി രാത്രി ഒന്നുകൂടെ വായിക്കാൻ തലനാട് കീഴക്കൊണ്ട് വെച്ചിരിക്കുക. എനിക്ക് ഈ കത്തിനകത്ത് ഒരു പ്രസക്തിയുമില്ല. ഇവർക്ക് ഈ കത്തിനകത്ത് ഇത്രയും സന്തോഷം തോന്നാൻ എന്താ കാര്യം? പറയാം. എനിക്ക് ഈ കത്ത് എഴുതിയ ആളാരുമല്ല, എന്നാൽ അവൾക്ക് ആ കത്തെഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ വരികൾക്കകത്ത് ജീവൻ വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലേ, നിത്യജീവന്റെ മൊഴികളോട് കൊതി തോന്നണമെങ്കിൽ രക്ഷകന്റെ ശക്തി ഉള്ളിൽ വ്യാപരിക്കണം. ഇതൊരു സാധാരണ കാലമല്ല, യുഗത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് തൊട്ട് മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരുപറ്റം ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ തലമുറയിൽ കർത്താവ് വരും. ഇന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന് പറയുന്ന ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ സ്വയശോധന ചെയ്യണം. കാരണം ഇത് ഒരു അന്ത്യ കാലഘട്ടമാണ്. ഇത് കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഈ തലമുറയിൽ ദുരന്തങ്ങളുടെ കൂടിപ്പെയ്ത്തിലേക്ക് ചരിത്രം അടുക്കുകയാണ്. സമയം മുൻപിൽ ഉള്ളതനുസരിച്ച് തന്നെ തെളിയിക്കാം. നിങ്ങൾ ഓർക്കുക, പ്രകൃതി പ്രതിഭാസങ്ങളുടെ താളക്രമങ്ങൾ കണ്ടാൽ, സംഭവിക്കുന്ന സൂര്യതാപത്തിൻ്റെ ഉയർച്ച കണ്ടാൽ, യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്ന അടുത്ത മഹായുദ്ധത്തിൻ്റെ ശംഖുനാദവും കേളികൊട്ടലും ചിലമ്പൊലിയും കേട്ടാൽ, അതിനുവേണ്ട ശാക്തിക ചേരികളുടെ തലങ്ങളും മധ്യപൂർവ്വ പ്രദേശത്തിലെ സംഭവ വികാസങ്ങളും ശ്രദ്ധിച്ചാൽ എല്ലാം ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവസാന ദിവസങ്ങൾക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ കാലം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? നമുക്കറിയാം, നോഹയുടെ അപ്പൻ്റെ പേര് പറയാമോ? ലാമേക്ക്. ലാമേക്കിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? മെതുശലേഹ്. മെതുശലേഹിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. ഹാനോക്കിൻ്റെ മകൻ മെതുശലേഹിൻ്റെ മകൻ ലാമേക്കിൻ്റെ മകനാണ് നോഹ. ഞാൻ ചോദിക്കുന്നു, പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 80 പേരോ? 8 പേര്. ബാക്കിയുള്ളവരെല്ലാം എന്തിയെ? പോട്ടെ. കായീൻ സ്വന്തം സഹോദരന്റെ ചോരക്കൊതിയനും ചതിയനും, ബൈബിൾ ഭാഷയിൽ പിശാചിന്റെ സന്തതിയുമാണ്. അവൻ്റെ തലമുറകൾ ആ വഴി പോയിക്കൊള്ളട്ടെ. എന്നാൽ ഹാബേൽ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം നൽകിയ ശേത്തിന്റെ കാലം, യഹോവയുടെ നാമത്തിന് ആരാധനയുടെ പിന്തുടർച്ചക്കാരിൽ ഉടലോടെ എടുക്കപ്പെട്ടയാളല്ലേ ദൈവത്തിന് ദാസൻ ഹാനോക്ക്? ഉടലോടെ എടുക്കപ്പെട്ടയാളല്ലേ? അദ്ദേഹം തൻ്റെ മകൻ മെതുശലേഹിന് പേര് കൊടുത്തത് പ്രവചന നിയോഗത്തിലല്ലേ? മെതു മൃത്യു, ശലേഹ് അയക്കപ്പെടും, മെതു ശലേഹ് മൃത്യു വരും. ഇവന്റെ മരണം നടക്കുന്ന അടുത്ത് ചരിത്രത്തിൽ കൂട്ടമരണം നടക്കും എന്ന് പ്രവചനത്തിൽ പേര് കൊടുത്തയാളല്ലേ മെതുശലേഹ്? അദ്ദേഹത്തിൻ്റെ വർഷം എത്ര നാളുണ്ടായിരുന്നു? 969 വർഷം. 365 വയസ്സിൽ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ 969 വർഷം ജീവിച്ചിരുന്ന മകൻ
അദ്ദേഹത്തിന് നിരവധി മക്കൾ. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ലാമേക്ക് 777 വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നോഹ. ഞാൻ ചോദിക്കുന്നു, നോഹയുടെ മറ്റ് സഹോദരങ്ങൾ ലാമേക്കിന് ഇവരല്ലാതെ മറ്റാരുമില്ലായിരുന്നു? അവരെന്തിയേ? പോട്ടെ. അദ്ദേഹത്തിൻ്റെ അപ്പൻ മെത്തുശലേഹ് 969 വർഷം ജീവിച്ചിരുന്ന ആ ദൈവവൃത്യൻ്റെ മറ്റു മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടകം നിറയാൻ ആൾ കാണുകയില്ലായിരുന്നു. എന്തിയേ? 365 വർഷം ജീവിച്ചിരുന്ന ഹാനോക്കിന്റെ മറ്റു മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ ഈ പെട്ടകം നിറച്ച ആൾ കാണുകയില്ലായിരുന്നു. എന്തിയേ? പ്രളയം എന്ന മഹാദുരന്തം അടുത്തു വന്നപ്പോൾ 99 അരയ്ക്കാലും പെട്ടകത്തിന് പുറത്തും വിരളയിലെണ്ണാനുള്ള 8 പേർ മാത്രം പെട്ടകത്തിനകത്തുമാകാൻ കാരണം അതുപോലെ തന്നെ ആയിരിക്കും യേശുവിൻ്റെ മടങ്ങി വരവിനെങ്കിൽ കൈയടിച്ചിറങ്ങിയ 99 തള്ളപ്പെടുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ സമൂഹത്തെ സ്വർഗം അന്വേഷിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ അന്ത്യകാലത്തെ ജയാളിയായി എനിക്ക് നിൽക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ക്ലാസ് ചിന്തിക്കാൻ. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ട്രാക്റ്റ് കൊണ്ടുവരുമ്പോൾ 1732 ദൈവത്തിന് സ്തോത്രം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത, ആയിരങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ഒരു പ്രത്യേക ട്രാക്റ്റാണ് തമ്പിയുടെ ഹൃദയം എന്ന ട്രാക്റ്റ്. അതിൻ്റെ ഓരോ ഭാവങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്തിന്? ആ ട്രാക്റ്റിലെ സിംബലുകൾ മുഴുവൻ, ചിത്രീകരണ ഭാഷ മുഴുവൻ കൃത്യമാണ്. ഒരു ഭക്തൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ദർശനത്തിൻ്റെ ഭാഗമാണ്. ആ ചിത്രീകരണങ്ങളിൽ 8 പൈതൃക സ്വഭാവമുള്ള പാപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 8 പാപങ്ങൾ തൊട്ടു പുറകെ ഞാൻ വിശദീകരിക്കാം. നിഗളം ചിത്രീകരിക്കുന്നത് മയിലിനെയാണ്. അശുദ്ധിയുടെ ചിത്രീകരണം ആട്ടുകൊറ്റൻ്റെയാണ്. ലൗകികാഹ്ലാദം പന്നിയുടെ ചിത്രീകരണമാണ്. അലസത ആമയുടെ ചിത്രീകരണമാണ്. കോപം പുള്ളിപ്പുലിയുടെ ചിത്രീകരണമാണ്. അസൂയ സർപ്പത്തിൻ്റെ ചിത്രീകരണമാണ്. അത്യാഗ്രഹം തവളയുടെ ചിത്രീകരണം കൊടുക്കുന്നു. ഫോഷ്ക്ക് സാത്താൻ്റെ ചിത്രീകരണം കൊടുക്കുന്നു. ഈ 8 പാപങ്ങൾ സാധാരണ പാപങ്ങളല്ല. സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുള്ളതുപോലെ സകല പാപങ്ങൾക്കും മൂലപാപങ്ങളുണ്ട്. നമുക്കറിയാം, ചില പാപങ്ങൾ അതിൽ തന്നെ പാപമാണെങ്കിലും അത് അതിൽ തന്നെ അവസാനിക്കും. എന്നാൽ ചില പാപങ്ങൾ അതിൽ തന്നെ അവസാനിക്കില്ല. സരിഗമപധനി സപ്തരാഗം, ആ രാഗതല്ലജത്തിൽ നിന്നും 10,000 രാഗമുഖ ഭാഗങ്ങൾ അതിൽ നിന്ന് പൊട്ടിവിടരും. ഇതുപോലെ ഈ 8 പാപങ്ങൾ സാധാരണ പാപങ്ങളല്ല. ഈ പാപങ്ങളിൽ നിന്നും നിരവധി പാപങ്ങൾ പൊട്ടിവിടരും. ആ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രീകരണമാണിത്. ഇതിൽ നക്ഷത്രം മനുഷ്യ മനസാക്ഷിയുടേതാണ്. കണ്ണ് ദൈവദൃഷ്ടികളാണ്. അഗ്നിജ്വാലയുള്ള നാവ് ദൈവസ്നേഹത്തിൻ്റെതാണ്. വാൾ പിടിച്ച ദൈവദൂതൻ ദൈവത്തിൻ്റെ വചനമാണ്. പ്രാവ് പരിശുദ്ധാത്മാവാണ്. ഇനിയും ഈ ചിത്രീകരണം ഒന്ന് ഓടിച്ച് കാണിച്ച് നാളെ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഓരോന്നിനും കിടക്കാം. നിങ്ങൾ നിഗളത്തെ മയിലിനോട് പരിശുദ്ധാത്മാവ് അതിൻ്റെ ബന്ധങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആട്ടുകൊറ്റൻ അശുദ്ധി, ലൗകിക ആഹ്ലാദം പന്നി, അലസത അനുസരിപ്പാനുള്ള മന്ദത മന്ത്രവാദം ഇവ ആമ, വെറുപ്പ് പക കോപം ക്ഷമിക്കാത്ത ഭാവം ഇത് പുള്ളിപ്പുലി, അസൂയ വഞ്ചന തെറ്റിദ്ധരിപ്പിക്കൽ ഇവയാണ് പാമ്പ്, അത്യാഗ്രഹം പണസ്നേഹം തിന്മയുടെ ഉറവിടം അതാണ് തവള, ഫോഷ്കിൻ്റെ പിതാവ് പാപത്തിന് പ്രേരണ നൽകി ഹൃദയത്തിൻ്റെ ഭരണമേറ്റെടുക്കുന്നയാൾ അതാണ് പിശാച്. മനുഷ്യ മനസാക്ഷിയുടെ ചിത്രമാണ് നക്ഷത്രം. ഒടുവിൽ കണ്ണ് സർവശക്തൻ്റെ അഗ്നി ജ്വലിക്കുന്ന ദൃഷ്ടികൾ വ്യക്തികളുടെ ഹൃദയത്തെ നന്നായി ഗ്രഹിക്കുന്നു എന്നതിൻ്റെ ചിത്രമാണ്. മനുഷ്യ ഹൃദയത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതിൽ നൽകുന്ന തീജ്വാല. ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദൂതൻ. പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് പാപബോധം, നീതിബോധം, ന്യായവിധിബോധം ചിത്രീകരിക്കുന്ന പ്രാവ്. ഇതിൽ ഒന്നാമത്തെ ചിത്രം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ ആളിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ഞാനിവിടെ വിശദീകരണം കൺക്ലൂഡ് ചെയ്യുകയാണ്. വളരെ ഗൗരവമായി വളരെ ആഴമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. ഈ ഒന്നാമത്തെ മുഖഭാവം നിങ്ങൾ നോക്കുക. ആ മുഖം സാത്താന്യ ശക്തികൾ കുടികൊണ്ട് വാഴുന്ന ഹൃദയമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൈശാചിക ശക്തികളുടെ ഇരിപ്പിടം വന്നിരിക്കുന്നു. ഇതാ ദൈവസ്നേഹം അവൻ്റെ പുറത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കാൻ പ്രാവ് അവസരം കാത്തു നിൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതനോ പരിശുദ്ധാത്മാവാകുന്ന പ്രാവിനോ അകത്ത് പ്രവേശനമില്ല. ഹോഷ്ക്ക് അവൻ്റെ ഉള്ളറയെ ഭരിക്കുന്നു. അതിന് നടുവിൽ ഒരു നക്ഷത്രം കാണാം. അത് മനസാക്ഷിയാണ്. ആ മനസാക്ഷി മരവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ ദൈവത്തിന് ആത്മാവ് ഒപ്പിയെടുക്കുന്നു. പക്ഷേ രണ്ടാമത്തെ രംഗം വീണ്ടും ജനനത്തിൻ്റെ രംഗമാണ്. നിങ്ങൾ ഇതിനെ മുഖഭാവം മാത്രം ഞാനൊന്ന് പറയാം. ഈ രംഗത്ത് ഓരോ ചിത്രത്തിലെയും മുഖഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മുഖം ക്രൂരമാണ്. ഈ മുഖം പകയും വൈര്യവും നിറഞ്ഞതാണ്. ഈ മുഖം ക്ഷിപ്രകോപത്തിൻ്റെതാണ്. രണ്ടാമത്തെ മുഖം ഇതാ ആ കണ്ണുകൾ നനയാൻ തുടങ്ങുന്നതാണ്. അനുതാപമാണ്. കവിളുകൾ നനഞ്ഞൊഴുകാൻ തുടങ്ങുകയാണ്. അടുത്ത മുഖം ഇതാ സ്വയാവബോധമാണ്, ഉത്ബോധമാണ്. ആ മുഖത്ത് വീണ്ടും കണ്ണനവ് വർദ്ധിക്കുകയാണ്. ആ മുഖം അനുതാപത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവാകുന്ന തങ്കപ്രാവ് ചിറക് വിടർത്തി ഹൃദയത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവശബ്ദത്തിൻ്റെ പ്രതിധ്വനിയായ മനസാക്ഷി നക്ഷത്രമായി ഉള്ളിൽ ജ്വലിക്കുന്നു. പിശാച് പൂർണ്ണ ശക്തിയോടെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. അവനിലെ നിഗളം ഉൾപ്പെടെയുള്ള പാപ സ്വഭാവങ്ങൾ പുറത്തു പോകുന്നു. അവൻ്റെ ഉള്ളിൽ വചനത്തിൻ്റെ ശബ്ദം ദൂതൻ്റെ ഭാവത്തിൽ പ്രതിഫലിക്കുന്നു. അടുത്ത രംഗം ക്രിസ്തുവിനോടുകൂടി അവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സഭ എന്ന ദൈവാലയത്തോട് അടുക്കുന്നു. അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അധിവാസം പുലർത്തുന്നു. അവൻ്റെ മുഖഭാവം സന്തോഷത്താൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത രംഗം പരിശുദ്ധാത്മ വ്യാപാരത്തിൻ്റെ സ്നാനാനുഭവത്തിലേക്ക് നടത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ തൃത്വം അവൻ്റെ ഉള്ളിൽ അധിവസിച്ചു കഴിഞ്ഞു. സാത്താൻ പിൻപോട്ട് മലർന്ന് ദുഃഖിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ആനന്ദിക്കുന്നു. അവൻ്റെ മനസാക്ഷി കത്തിജ്വലിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതാ അവൻ പരിശോധനകളെ അഭിമുഖീകരിക്കുന്നു. ഘോര പോരാട്ടങ്ങളിലൂടെ, അവഗണനകളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ അവൻ കടന്നു പോകുന്നു. അതോടുകൂടെ അവൻ്റെ ആന്തരിക തലങ്ങളുടെ അടിത്തറ തകരുന്നു. പിന്മാറ്റം തുടക്കം കുറിക്കുന്നു. ഇതാ തീർന്നില്ല സംഭവം. അതോടുകൂടെ അവനിൽ അധിവസിക്കേണ്ടതിന് ദുരാത്മാക്കൾ ഇറങ്ങിപ്പോയത് തന്നെ മടങ്ങി വന്ന് മനസാക്ഷി മരവിച്ചവനിൽ വീണ്ടും തിരികെ പ്രവേശിച്ചിരിക്കുന്നു. അവൻ്റെ മരണരംഗം അടുക്കുന്നു. അതോടുകൂടെ ആ മുഖഭാവം കണ്ടോ, മരണത്തെ അടുക്കുമ്പോഴേക്കും ആളിൻ്റെ അവസ്ഥ മാറുകയാണ്. എന്നാൽ ഒരു ഭക്തൻ, ഞാൻ പറയട്ടെ, ആ ഭക്തൻ്റെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിക്കുക. അവൻ പോരാട്ടങ്ങളുടെ നേരിട്ട് ബലത്തോടെ നിൽക്കുന്നു. ചോര ഒഴുകുന്ന രംഗം അവൻ്റെ മുൻപിലുണ്ട്. മദ്യചഷകം അവൻ്റെ കൺമുൻപിൽ ഉയർത്തിക്കാട്ടി അസൂയാലുക്കൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലും തയ്യാറെടുക്കാതെ സകല പോരാട്ടങ്ങളെയും തന്നിലും ബലമേറിയ ദുഷ്ടശക്തികൾ അവൻ്റെ മനസ്സിനെ കീഴടക്കാൻ നിരന്തരം അവസരം കാത്തു കഴിഞ്ഞിട്ടും അവൻ പറയുകയാണ്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് അവൻ ഉറച്ചിരിക്കുന്നു. അവൻ്റെ മരണം അടുക്കുകയാണ്. നോക്കുക, അവൻ്റെ മരണക്കിടക്കയിൽ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ്റെ കിടക്കയ്ക്കരികിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകിട്ടുന്ന ആത്മാവിനെ പറുദീസയിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ്റെ മുൻപിൽ നിത്യത തുറക്കപ്പെടുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി കയറിക്കിടക്കുന്ന കിടപ്പറ നിങ്ങളുടെ മരണയറയായി മാറിയാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചിലവഴിക്കും? ഒന്ന് കരമുയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഗ്ലോറി, എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. വളരെ മണിക്കൂറുകൾ വിശകലനം ചെയ്യുവാനായിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, 2 ചിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒന്നൊരു കുട്ടിയുടെ ചിത്രമാണ്, മറ്റൊന്ന് പെട്ടിയുടെ ചിത്രമാണ്. കുട്ടിക്കും പെട്ടിക്കും നടുവിൽ നമുക്കിനിയും എത്ര നാളുണ്ട്? പിള്ളത്തൊട്ടിലിൽ തുടങ്ങി, ശ്രദ്ധിക്കേ, പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഒരു കൊച്ചു ജീവിതം.
തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ ഈ കൊച്ചു ജീവിതം അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവദൂത സാന്നിധ്യത്തിൽ ചിറകടിച്ചു പൊങ്ങും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു നാവും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. ഞാൻ ഇന്ന് രാത്രി കാണുന്നു, സ്വർഗം ഇതിനു മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുന്ന രാത്രിയാണ്. അന്ധകാര ശക്തികൾ ചില വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്തിയിട്ട് നിത്യതയിലേക്ക് പോകാൻ അനുവദിക്കാതെ അവരുടെ ജീവിതത്തെ ഭരിച്ചുകൊണ്ട് ആത്മീയതയെ ആഴത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് സാത്താൻ ചില വീടുകളുടെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി അവറ്റകളെ തട്ടിത്തകർത്ത് ചില വ്യക്തികളെ ജയത്തിലേക്ക് നയിപ്പാൻ ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. ആരും കാണാത്ത രഹസ്യ ജീവിതത്തിൽ പാപത്തെ പാലുപോലെ ആസ്വദിച്ചിട്ട് ആത്മീയതയെ അഭിനയമാക്കിയ ഒരു തലമുറയ്ക്ക് നടുവിൽ അനുതാപം കൊണ്ട് കണ്ണ് നിറയുന്ന ചില വ്യക്തികളെ ദൈവത്തിന് ആത്മാവി മീറ്റിങ്ങിനകത്ത് അന്വേഷിക്കുകയാണ്. ആ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ ദൈവഭൃത്യന്മാരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി വായി തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. വ്യക്തി ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു വന്ന് പാപത്തെ ആഴത്തിൽ ആധിപത്യം പുലർത്തത്തക്ക വിധം മനോമണ്ഡലത്തിൽ ബന്ധിച്ച് നിത്യയാതനയിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകത്തക്ക വിധം തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണത്താൽ മനസാക്ഷിയെ മരവിപ്പിച്ച് ഇന്നും പാപത്താൽ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങൾ ആത്മീയതയെ അഭിനയമാക്കി കൊണ്ടു നടക്കുമ്പോൾ എനിക്കൊരു ജയജീവിതം നയിക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വിശുദ്ധ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വാ തുറന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. എനിക്കൊരു ജയജീവിതം നയിക്കണം, എനിക്കൊരു ജയജീവിതം നയിക്കണം. ഈ രാത്രിയിലും ദൈവാത്മാവ് വ്യക്തമായി പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. ഈ ആലയം വിട്ടു പോകുന്നതിന് മുൻപ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പതനത്തിൽ നിന്നൊന്ന് തിരിച്ചു വരണം. എനിക്കൊരു ജയജീവിതം നയിക്കണം. കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്തൃസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വേദപുസ്തകം നിങ്ങൾ ആ സീറ്റിലേക്കൊന്ന് വെച്ചിട്ട് ആ രണ്ട് കരങ്ങൾ കർത്താവെങ്കിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ നാവിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. വ്യക്തി ജീവിതത്തിൽ ആഴത്തിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന പാപബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ദൈവാത്മാവ് ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രി. ആ രണ്ട് കൈകളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി എന്നെ കഴുകണമേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഞാനൊരു പ്രത്യേക സംഭവം പറയാം. ഒരു വാത്സല്യ സഹോദരൻ ബായിങ് മാനേജരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയും താനും ഒരുമിച്ച് 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനോടുകൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഏക പൈതലാണ്. ഡൈനിങ് ടേബിളിന്റെ പുറത്തു നിന്ന് ഈ കുഞ്ഞ് തെറിച്ച് നിലത്തേക്ക് വീണ് നെറ്റിയടിച്ച് തൽക്ഷണം മരിച്ചു. ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ചവർ ഒരുപാട് കരഞ്ഞു. പോസ്റ്റ്മോർട്ടവും ശവമടക്കവും ഒക്കെ കഴിഞ്ഞു. വീട്ടിലോട്ട് വന്ന ആദ്യത്തെ വാഹനത്തിന് എൻ്റെ ഒരു സ്നേഹിതൻ കൂടെ എത്തിയപ്പോ ആ ബെഡ്റൂം തുറന്നകത്തോട്ട് കയറിയിട്ട് ഒരലർച്ചയോടെ താൻ തറയിലേക്ക് വീണു. ഇങ്ങനെയാണ് താൻ പറഞ്ഞത്, ദൈവമേ നീ ഇത്ര ക്രൂരനാണോ? എൻ്റെ ഏക പൈതലിനെ ഇനി ഒന്നുകൂടെ ജന്മം കൊള്ളാൻ സാധ്യതയില്ലാത്തപ്പോ
എന്നിൽ നിന്ന് നീ അടർത്തി മാറ്റിയില്ലേ. ഈ കിടപ്പിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. 2-2.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഈ സ്നേഹിതൻ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കരഞ്ഞുറങ്ങിയപ്പോൾ ഒരു ദർശനം കണ്ടു. യേശു എന്റെ കൺമുൻപിൽ വന്നു നിന്നു. ഒരു സ്ക്രീനിൽ എന്നതുപോലെ എന്റെ 12ാമത്തെ വയസ്സ് മുതൽ എനിക്ക് കാണിച്ചു തന്നു. ഞാനൊരു വീട്ടു പ്രാർത്ഥനയിൽ യേശുവിനെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കുന്നതും ഒരു മിഷനറിയാകാൻ എന്നെ സമർപ്പിക്കുന്നതും അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. 13, 14, 15 വയസ്സ് ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നു. ഒടുവിൽ മുൻപോട്ടുള്ള യാത്രയിൽ യേശു എന്നോട് പറഞ്ഞു, നീ 21ാമത്തെ വയസ്സ് പിന്നിട്ടപ്പോ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിലായി. ഞാൻ നിന്നെ തടയാൻ ശ്രമിച്ചു. അവിടെയെല്ലാം നീ എന്റെ കൈ തട്ടി മാറ്റി. 24, 25 എന്റെ അടുക്കലേക്കും ആദ്യ പ്രതിഷ്ഠയിലേക്കും മടങ്ങി വരാൻ ഞാൻ നിന്നെ വിളിച്ചു. അവിടെയും നീ എന്റെ കൈ തട്ടിക്കളഞ്ഞു. ഒടുവിൽ നിന്റെ ഏറ്റവും വിലയേറിയതിനെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടെ ആദ്യ പ്രതിഷ്ഠയിലേക്ക് നിന്നെ ഞാൻ വിളിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു ജീവിതത്തിന്റെ ആന്തരിക മുഖം, യേശുവിൽ നിന്നും ബഹുഘാതം അകന്നുപോയൊരു ജീവിതം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വണ്ടിയുടെ മുൻപിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത് പോലെ ഈ രാത്രി ദൈവാത്മാവ് കാണിക്കുന്നു, യേശുവേ, ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എനിക്കൊരു ജയജീവിതം നയിക്കണം. എനിക്കൊരു ജയജീവിതം നയിക്കണം. കൈപ്പോടെ കരയാൻ ദൈവം വഴി ഒരുക്കിയതിന് ശേഷം അനുദപിക്കാൻ അവസരമെടുക്കാതെ ഇന്ന് രാത്രി എനിക്കൊരു ജയജീവിതം നയിക്കണം എന്ന് കൊതിക്കുന്നെങ്കിൽ ആ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻപിൽ, ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻപിൽ, ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഇന്ന് രാത്രി ആ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന രാത്രിയാണ് ഈ രാത്രി. അടുത്ത സെക്ഷനുകളിൽ ഓരോ പാപത്തിൻ്റെയും ഗുരുതരാവസ്ഥ നമ്മൾ പഠിക്കും. എന്നാൽ ഇന്ന് രാത്രി ആ സമർപ്പിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്കായി ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ യേശുവിനോട് ഉള്ളം തുറന്ന് സംസാരിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സദസ്സിനെ നിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഒരു ജയാളിയായി ജീവിപ്പാനുള്ള ദൈവാഭിഷേകം ഈ കരങ്ങളുടെ മേൽ ബലത്തോടെ വ്യാപരിക്കട്ടെ. സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര ഇന്ന് രാത്രി പതിയട്ടെ. നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ